വിശദമായ വാർത്തകളിലേക്ക്. NSSനെയും സുകുമാരൻ നായരെയും തള്ളിപ്പറയാനില്ല. NSSുമായുള്ള ഐക്യം പൊളിഞ്ഞതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ നിസ്വാർത്ഥനും മാന്യനും. കാരണം മറ്റൊന്ന് ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്ത് കളഞ്ഞോട് കൂടിയായി നടത്തിയ നൃത്താനുഷ്ഠാനം വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഐക്യം ഉണ്ടാകുമെന്നും ഞാൻ പറഞ്ഞു. സന്ദീപിനായിരിക്കുന്ന 1000 രൂപ വയ്ക്കല്ല, സന്ദീപിയോട് അപ്രൂവ് ചെയ്തിരിക്കുന്നത് നായാടി തൊട്ട് നസ്രാണി വരെയാണ്. 1 മുതൽ 10 വീരായ്മ ക്രിസ്ത്യാനി വരെയാണ്. ഐക്യത്തിന് വേണ്ടി ആരും ഉപദ്രവിക്കാനില്ല, ആരുടെ അവകാശം പിടിച്ചെടുക്കാനില്ല, ഇലക്ഷൻ വോട്ട് പിടിക്കാനുമല്ല, ഇലക്ഷൻ കണ്ടുമല്ല. നേരത്തെ പ്രഖ്യാപിച്ച നയം, ആ നയങ്ങളുമായി കിട്ടുന്നുണ്ട്. അത് പങ്കുചേരാവുന്നത് പങ്കുചേരാം. അത് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയം. ഈ ആശയമായി ചേരാവുന്ന ആർക്കും പലപ്പോഴും ഈ ആശയമായി ചേരാൻ പലപ്പോഴും നമുക്ക് ഉള്ളത് മുസ്ലിം ലീഗിനോടാണ്. മുസ്ലിം സമുദായത്തോടില്ല, മുസ്ലിങ്ങളിൽ മറ്റ് സമുദായ സംഘടനകളില്ല, ലീഗിനോട്. അതിന് കാരണവും NSSുമായുള്ള ഐക്യം പൊളിഞ്ഞതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നായർ സമുദായം സഹോദര സമുദായമാണ്. തനിക്കൊരു വിദ്വേഷവും വിഷമവുമില്ല. നായർ സമുദായത്തിന്റെയും ഈഴവ സമുദായത്തിന്റെയും വിശ്വാസവും ചോരയും എല്ലാം ഒന്നാണ്. സുകുമാരൻ നായരെയും NSSനെയും തള്ളിപ്പറയില്ല. അദ്ദേഹം നിഷ്കളങ്കനാണ്. മറ്റുള്ളവർ തന്നെ വേട്ടയാടിയപ്പോൾ താങ്ങും തണലുമായി നിന്നത് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായരുടെ പിന്തുണ തനിക്ക് ഇരട്ടി തന്റെ ഇടം നൽകി. ആദ്യം തന്റെ നിലപാടിനൊപ്പം നിന്ന സുകുമാരൻ നായർ NSS ബോർഡ് യോഗത്തിന് ശേഷം തിരുത്താൻ വിധേയനാവുകയായിരുന്നു. നായർ ഈഴവ ഐക്യം ഉണ്ടാകാൻ പോകുന്നത് ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾക്കിടലുണ്ടാക്കി. ഐക്യം തകർന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട. ഐക്യ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ല. ഐക്യത്തിന് ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ല. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഐക്യ നീക്കം ഇല്ലാതായതിന്റെ പേരിൽ നായന്മാരെ ചീത്ത വിളിക്കുമെന്ന് വിചാരിച്ചവർക്ക് തെറ്റുപറ്റി. ഇന്നല്ലെങ്കിൽ നാളെ ഐക്യമുണ്ടാകും. അതിനുവേണ്ടി ശ്രമിക്കും. ക്ഷമയോടെ കാത്തിരിക്കും. ലോകാവസാനം വരെ വിഭാഗീയതയുമായി പോകാനുമാവില്ല. രാഷ്ട്രത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിന്തയും പ്രവൃത്തിയും ഉണ്ടാകണം. തനിക്ക് മുസ്ലിം വിരോധമില്ല. മുസ്ലിം ലീഗ് കാണിച്ച വിഭാഗീയത ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അതിന്റെ പേരിൽ തന്നെ കത്തിക്കാൻ നോക്കുകയാണ്. തന്നെയും ഈഴവ സമുദായത്തെയും ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നത്. താൻ പറഞ്ഞത് സത്യമോ അസത്യമോ എന്ന് തെളിയിക്കാൻ സംവാദത്തിന് തയ്യാറാണെന്നും വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു.